നമസ്കാരം, എല്ലാവർക്കും സൈലം IAS-ലേക്ക് സ്വാഗതം. 2025 UPSC സിവിൽ സർവീസസ് എക്സാമിനേഷന്റെ പ്രിലിമിനറി സ്റ്റേജ് ഹാസ് ഗോട്ട് ജസ്റ്റ് കംപ്ലീറ്റഡ്. രാവിലെ മുതൽ സൈലം IAS-ന്റെ യൂട്യൂബ് ചാനലിൽ we were constantly updating regarding the difficulty level of the question paper from the academic side of Xylem IAS. At the same time, എങ്ങനെയാണ് ആസ്പിറൻസ് ഈ എക്സാമിനേഷൻ സെൻറ്ററിന് പുറത്ത് നോക്കിക്കാണുന്നത്, എക്സാമിനേഷൻ സെൻറ്ററിൽ നിന്ന് വരുമ്പോൾ നോക്കിക്കാണുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെയുള്ള ഫസ്റ്റ് റെസ്പോൺസ് റിയാക്ഷനൊക്കെ സൈലം IAS-ന്റെ യൂട്യൂബ് ചാനലിൽ we were constantly updating for you. And now it is the time to dive a little bit deep into the analysis perspective of the prelims questions, and that would help you for your mains preparation or even the further prelims preparation. Polity pole oru subject ine sambandhichu it is highly dynamic in nature, which means if something happens around you, the theoretical part of that particular incident will have to be constantly looked into, and that is how the UPSC always frames the question in respect of the prelims as well as even for the mains exam. So ഇത് കേവലം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അനാലിസിസ് മാത്രമായിരിക്കില്ല. ഐ വിൽ ജസ്റ്റ് ബി ഇൻഡിക്കേറ്റിംഗ് യു ദ റീസൺസ് ഓൾസോ ഫോർ ദാറ്റ്. എന്തുകൊണ്ടാണ് UPSC ഈ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഐ വുഡ് പ്രൊവൈഡ് യു മൈ അണ്ടർസ്റ്റാൻഡിംഗ് ഓൾസോ, ആൻഡ് യു മേ ചെക്ക് ഇറ്റ് വിത്ത് യുവർ പെർസ്പെക്റ്റീവ്, യുവർ അണ്ടർസ്റ്റാൻഡിംഗ്, ആൻഡ് if it is something which is going on with an alignment, that will definitely help you for your further preparation even for the prelims or even for the mains. So സമയം കളയുന്നില്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ in fact article number 72 is something that needs to be understood അല്ലേ. ആർട്ടിക്കിൾ നമ്പർ 72 മാത്രം അറിഞ്ഞതുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ സാധിക്കില്ല, which I know. But for the time being, as the question is in relation to the pardoning power of the president, രാഷ്ട്രപതിയുടെ പാർഡനിങ് പവറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളതുകൊണ്ട് we will start with article number 72. ക്വസ്റ്റ്യൻ എന്താണ്? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റിഗാർഡ് ടു ദ പാർഡനിങ് പവർ ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയാണ്, ദ എക്സസൈസ് ഓഫ് ദിസ് പവർ by the president can be subjected to limited judicial review. Please understand, judicial review is part of the basic structure of the Constitution of India. Le? Judicial review is part of the basic structure of the Constitution of India. In India, everything would be checked by the judiciary. Judiciary will check everything. Why? Because it is the basic structure of the Constitution of India. So in case of the pardoning power of the President of India, in case of malafide from the side of the President of India, in case of ill intention, തെറ്റായ ഒരു ഇന്റൻഷന്റെ അടിസ്ഥാനത്തിൽ pardoning power രാഷ്ട്രപതി യൂസ് ചെയ്യുന്നു എങ്കിൽ പോലും that would be checked by the judiciary. So the first statement of this particular question is true. Okay, that is correct. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, the president can exercise this power without the advice of the central government. See, the president of India, Indian രാഷ്ട്രപതി, in fact is the nominal head അല്ലേ, symbolic head ആണ്, nominal head ആണ്. നോമിനൽ ഹെഡായ പ്രസിഡന്റിന് പ്രൈം മിനിസ്റ്ററിന്റെയും യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെയും എയ്ഡ് ആൻഡ് അഡ്വൈസ് ഇല്ലാതെ പാർഡനിങ് പവർ എക്സസൈസ് ചെയ്യാൻ സാധിക്കുമോ? ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ, വിച്ച് മീൻസ് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. ഇൻ ഫാക്ട്, പ്രാക്ടിക്കലി വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ദ പ്രസിഡന്റ് വുഡ് ബി പ്രൊവൈഡഡ് വിത്ത് എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദ ക്യാബിനറ്റ്. ആൻഡ് ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുടെ ഒരു സംഘമാണ് ക്യാബിനറ്റ് എന്ന് പറയുന്നത്. ഈ ക്യാബിനറ്റ് ഹോം മിനിസ്റ്ററിലൂടെയാണ് ഇത്തരം ഇൻസ്ട്രക്ഷൻസ് പ്രസിഡന്റിലേക്ക് പാസ് ചെയ്യുക റിഗാർഡിംഗ് ദ പാർഡനിങ് പവർ എക്സെട്ര. So that is something which happens behind the curtain. Please understand that the second statement is a wrong statement, and the question is, which of the statements given above is or are correct? Correct statement endu matramana, that is option A, one only. The second question, രണ്ടാമത്തെ question, this version is D version,
ഡി വേർഷനിൽ 27ാമത്തെ ചോദ്യം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് 26th ക്വസ്റ്റ്യൻ ആണ്. നൗ ഇറ്റ് ഇസ് 27th ക്വസ്റ്റ്യൻ. 27th ക്വസ്റ്റ്യൻ ഇസ് ഇൻ റിലേഷൻ ടു ദ സ്പീക്കർ. അല്ലെ, സ്പീക്കറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് വൈ വാസ് ദിസ് ക്വസ്റ്റ്യൻ ആസ്ക്ഡ്. എന്തുകൊണ്ടാണ് സ്പീക്കറുമായി ബന്ധപ്പെട്ടിട്ട് ഈ ചോദ്യം ഫ്രെയിം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. സ്പീക്കർ ഹാസ് ഗോട്ട് എ വെരി ക്രൂഷ്യൽ റോൾ. അല്ലേ, ജൂൺ 4th കഴിഞ്ഞ വർഷം ദർ വാസ് ആൻ ഇവന്റ് ദാറ്റ് വാസ് കൗണ്ടിങ് ഓഫ് ദി വോട്ട്സ് ഓഫ് ദ ലോക്സഭ ഇലക്ഷൻസ്, ദ ജനറൽ ഇലക്ഷൻസ്. ആൻഡ് തെരഞ്ഞെടുപ്പിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭൂരിപക്ഷം സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ദർ വാസ് consultation with the Telugu Desam Party chief, the Janata Dal United chief, and their predominant demand was the role of speaker. So speaker is not merely just the presiding officer of Lok Sabha. Speaker ku adinappuratthekku adhikarangalundu. Say for example, speaker is somebody who will certify a bill as a money bill. Speaker is somebody who would be presiding over the joint sitting. Speaker is somebody who has the power to disqualify a member on grounds of anti-defection law. So speaker is not just a presiding officer. Speaker ku adinappuratthekku ഒരുപാട് അധികാരങ്ങളുണ്ട്. And all these newspaper articles in fact is something that is pointing out the importance of the role of speaker in the parliamentary politics of India. And that would have been considered by the UPSC as a reason to provide the speaker in the question paper as one of the question. So, endani question il mention cheyidittulladu, consider the following statements. On the dissolution of the House of the People, the speaker shall not vacate his or her office until immediately before the first meeting of the House of the People after the dissolution, which is correct statement. Alle, the term of Lok Sabha is 5 years. Lok Sabhayude കാലാവധി 5 വർഷമാണ്. Okay, it is 5 years. പക്ഷെ യൂഷ്വലി വാട്ട് വിൽ ഹാപ്പൻ ഇസ് ദാറ്റ് ഈ 5 വർഷം വെയിറ്റ് ചെയ്യാതെ തന്നെ അടുത്ത ലോക്സഭാ ഇലക്ഷൻസ് നടത്തും. അല്ലേ, പക്ഷേ ഈ അടുത്ത ലോക്സഭാ ഇലക്ഷൻ നടത്തി അടുത്ത ലോക്സഭാ അംഗങ്ങൾ ആദ്യത്തെ സമ്മേളനത്തിന് എത്തിച്ചേരുന്നത് വരെ ദ സ്പീക്കർ വിൽ റിമെയിൻ ഇൻ ദ ഓഫീസ്. ആൻഡ് ഇറ്റ് ഇസ് ജസ്റ്റ് ബിഫോർ ദി അപ്പോയിൻമെന്റ് ഓഫ് ദ പ്രോ ടെം സ്പീക്കർ, the current speaker, the existing speaker will resign from the office. And that is what is mentioned here as the first statement. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. According to the provisions of the Constitution of India, a member of the House of the People on being elected as speaker shall resign from his or her political party immediately. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നോ. Om Birla, the current speaker, is still part of the Bharatiya Janata Party. Alle? And that is one of the exception provided in the anti-defection law. If the speaker, even after getting elected, in fact, the speaker has got that exception in the anti-defection law. And adre sambandhichu koodal details like pogunnilla. The discussion may get, in fact, very lengthy. So please understand that the second statement is wrong. The third statement says that the Speaker of the House of the People may be removed from his or her office by a resolution of the House of the People passed by a majority of all the then members of the House. What do you mean by that? It is effective majority. All the then members in the majority ennu paranjal effective majority aanu. സ്പീക്കറെ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ, റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഫക്റ്റീവ് മെജോറിറ്റിക്ക് മുൻപായി the resolution will have to be served with a 14 days prior notice. 14 ദിവസം മുൻകൂറായി നോട്ടീസ് സമർപ്പിച്ചുകൊണ്ട് ഇഫക്റ്റീവ് മെജോറിറ്റിയോടുകൂടി മാത്രമാണ് സ്പീക്കറെ നീക്കം ചെയ്യാൻ സാധിക്കുക. The third statement is also correct. Which of the statements given above are correct? And the answer for this particular question is, the first statement is correct. The third statement is also correct. So the answer is 1 and 3 only. C is the answer. Next question is in relation to the disqualification under the 10th schedule of the Indian Constitution. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 10th ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ക്വസ്റ്റ്യൻ. അല്ലേ,
What is 10th schedule? 10th schedule deals with the disqualification on grounds of defection. Disqualification on the grounds of defection. Now please understand എന്തുകൊണ്ടായിരിക്കും ഇത്തരം ഒരു question UPSC frame ചെയ്തിട്ടുള്ളത്? These all are the newspaper articles in relation to the disqualification under the grounds of defection as well as the anti-defection law. മഹാരാഷ്ട്രയിൽ തെലങ്കാനയിലൊക്കെ ഉണ്ടായ ഡിഫെക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് യഥാർത്ഥത്തിൽ ഇത്തരമൊരു ചോദ്യത്തിലേക്ക് നയിക്കപ്പെട്ടിട്ടുള്ളത്. സോ we will have to understand എന്താണ് ചോദ്യം എന്ന് നോക്കാം. If any question arises as to whether a member of the House of the People has become subject to schedule or subject to disqualification under the 10th schedule, the President's decision in accordance with the opinion of the Council of Union Ministers shall be final. Can you expect on the basis of your common sense that the President decides matters in consultation with the Prime Minister and the Council of Ministers in relation to anti-defection? കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. രാഷ്ട്രപതിയുടെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഓർഡർ ആണ് ഫൈനൽ എന്നുള്ളതിന് എന്തെങ്കിലും ഒരു ലോജിക്കൽ വാലിഡിറ്റി ഉണ്ടോ? നോ. Isn't it? No. So that power lies with the Speaker of Lok Sabha. Which means statement number 1 is wrong. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, there is no mention of the word political party in the Constitution of India. Absolutely this is wrong. നിങ്ങൾ 10th ഷെഡ്യൂളിന്റെ ബെയർ കോപ്പി ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ you would see almost 139 times, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ almost 139 times you would see 139 or 39, I can't just remember the exact number, but you would see many number of times the usage of the term political party in the Constitution of India, which means രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. So what is the answer? The answer is option D, that is neither 1 nor 2. So correct statement ആണ് ചോദിച്ചിട്ടുള്ളത്. രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. So this is what you need to understand. The next question is in relation to the extraction of minor minerals. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാരണം? There was a judgment of the Supreme Court. Just read it out. The Supreme Court in a 9-judge constitution bench dismissed a review petition against its earlier ruling that royalty paid by mining operators to the central government is not a tax and the states can impose cess on mining activities. സംസ്ഥാനങ്ങൾക്കും മൈനിങ് ആക്ടിവിറ്റീസിൽ ടാക്സ് ഇമ്പോസ് ചെയ്യാം എന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുകയാണല്ലേ. So what is the first statement? In India, the state governments have no power for making rules for grant of concessions in respect of extraction of minor minerals, even though such minerals are located in their territories. സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് എന്താണ്? സ്റ്റേറ്റിന് മിനറൽസിന് മുകളിൽ ടാക്സ് ഇമ്പോസ് ചെയ്യാൻ ഉള്ള അധികാരം ഉണ്ട്, which means statement number 1 is wrong. Okay. The second statement, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് says in India the central government has the power to notify minor minerals under the relevant law. That is correct. ഏതാണ് ആ നിയമം? In fact there is a parliamentary law which is Mines and Minerals Development Act of 1956, I think. ഈ നിയമത്തിൽ in fact it is mentioned that even, I mean, the central government is the authority to notify the minor minerals under a legislature or under the parliamentary statute. It has got mentioned. So please understand, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. So option D is what is the correct answer.
The next question, അടുത്ത ചോദ്യം നോക്കുക. അടുത്ത ചോദ്യം is in relation to article number 123 of the Indian Constitution. Article number 123 ൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്തിനെ സംബന്ധിച്ചാണ്? It is regarding the legislative power of the President of India, which means ordinance promulgation power of the President of India. With reference to the Indian polity, consider the following statements. An ordinance can amend any central act. Of course, ഒരു ഓർഡിനൻസിന് കേന്ദ്രത്തിൻ്റെ ഒരു നിയമം, അത് പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമമാകാം, മറ്റൊരു ഓർഡിനൻസ് ആകാം, കേന്ദ്രത്തിൻ്റെ ഒരു നിയമത്തിൽ ഭേദഗതി വരുത്താം, which is correct. An ordinance can abridge a fundamental right, which is wrong. രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് പ്രൊമൾഗേഷൻ പവർ should be similar to that of the power of the parliament's legislative power. പാർലമെൻറ്റിൻ്റെ നിയമനിർമ്മാണ അധികാരം എന്താണോ അത് മാത്രമാണ് രാഷ്ട്രപതിക്ക് ഓർഡിനൻസിലൂടെ യൂസ് ചെയ്യാൻ സാധിക്കുക. So it is mentioned as part of article number 13 that any law that is in violation or in contravention to the fundamental right shall be null and void. And here law means the laws framed by the legislature, which means even the law which will be framed by the parliament or the state legislature. The ordinance is promulgated by the President of India, which means ordinance ആണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല? ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യാൻ പാടില്ല. The second statement is wrong statement. Third statement നോക്കി, an ordinance can come into effect from a back date, which means an ordinance can be retrospective in nature. Of course, especially ordinance that deals with the civil matters. Civil mattersുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർഡിനൻസിന് ബാക്ക് ഡേറ്റിൽ നിന്ന് അപ്ലൈ ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ നിലവിൽ വരാൻ സാധിക്കും, which means the third statement is correct. Which of the statements given above are correct? The answer is option C. അല്ലേ? Option C is the answer. 1 and 3 only. The next question is little bit factual. വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഇൻഫാക്റ്റ് ഇതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യൻ പൊളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല, പക്ഷെ എങ്കിൽ പോലും ഐ വുഡ് ബി ഡിസ്കസിങ് ദ ആൻസർ വിത്ത് യു. അരുണാചൽ പ്രദേശ്, ഇതിൽ മാച്ചിങ് ആയിട്ടുള്ള പേയേഴ്സ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അരുണാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റൽ ഇസ് ഇറ്റാനഗർ ആൻഡ് ഇറ്റ് ഇസ് നെയിംഡ് ഫ്രം ദ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് ഇറ്റ ഫോർട്ട്. 2 നാഷണൽ പാർക്സ് ആണ് അരുണാചൽ പ്രദേശിനുള്ളത്. സോ ഇൻഫാക്റ്റ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും വളരെ ഫാക്ച്വൽ ആണ്. ദ സ്റ്റേറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺ ദി ബേസിസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്. ഒരു ഭരണഘടനാ ഭേദഗതി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാഗാലാൻഡ് നിലവിൽ വന്നത് എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഐ തിങ്ക് ഇറ്റ് ഇസ് ദ 13th Constitutional Amendment Act, if my memory is correct. Third one, initially it was regarding Tripura, അല്ലേ? ത്രിപുരയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇനീഷ്യലി എ പാർട്ട് സി സ്റ്റേറ്റ്, എക്സാക്ട്ലി പാർട്ട് സി സ്റ്റേറ്റ് ആയിരുന്നു. അതായത് നമ്മളുടെ 1950 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് ദർ വാസ് 4 ക്ലാസിഫിക്കേഷൻ or a 4-fold ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. അതിൽ പാർട്ട് സിയിൽ മെൻഷൻ ചെയ്തിരുന്നൊരു സ്റ്റേറ്റ് ആണ് ത്രിപുര. പിന്നീട് അതൊരു യൂണിയൻ ടെറിട്ടറി ആയി മാറുന്നു. ആൻഡ് ഫൈനലി it has got a status of a fully fledged or full-fledged state. So, 3 statementum correct ആണ്. The answer for question number 32 is option C. Again, a factual question. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഏതെല്ലാമാണ് എന്നുള്ളതാണ് ചോദ്യം. I hope that you know article number 263 of the Indian Constitution, which provides for the establishment or the formation of interstate council. So interstate council is a constitutional institution. National Security Council is not a constitutional institution. Zonal council is also not a constitutional institution. The answer for this particular question is only 1. Again, വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള സ്ട്രേറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. So how many of the above were classified as per the provisions or established as per the provisions of the Constitution of India എന്നുള്ളതാണ് ചോദ്യം. Answer is very easy. That is option A, only 1.
The next question is in relation to the governor. നമ്മുടെ prelims extreme പ്രോഗ്രാമിൻ്റെ ഭാഗമായി the final session was in relation to the governor of the states. അവിടെ പ്രത്യേകമായി ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ആർട്ടിക്കിൾ നമ്പർ 163 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ നമ്പർ 163-ൽ ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യം ദാറ്റ് ദി ഗവർണർ ഹാസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിഷൻ എന്നാണല്ലേ. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അനുമതിയില്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന സെർട്ടൻ ഏരിയാസ് ഉണ്ട് എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഓഫ് ഗവർണർ. പക്ഷേ ഈ ഡിസ്ക്രിഷൻ ഏതെല്ലാം മേഖലയിൽ അപ്ലൈ ചെയ്യാമെന്നുള്ളതിനെ പറ്റി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്യുന്നില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് പ്രൊവൈഡ് ദ specifications or the indications of the area where the governor may apply his discretion. പക്ഷേ അദ്ദേഹത്തിന് ചില മേഖലയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിഷൻ ഉണ്ട് എന്ന് ആർട്ടിക്കിൾ നമ്പർ 163 മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലേ. ആർട്ടിക്കിൾ നമ്പർ 163 കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ഗവർണർ ബെയർ ആക്ട് ആണ്. There shall be a council of ministers with a chief minister at the head to aid and advise the governor in the exercise of his functions except in so far as he is by or under this constitution required to exercise functions or any of them in his discretion, which means constitution തന്നെ ഗവർണർക്ക് ഡിസ്ക്രിഷൻ ഉണ്ട് എന്ന് പറയുന്നു. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. The Constitution of India explicitly mentioned that in certain spheres the governor of a state acts in his or her own discretion. It's a correct statement. പക്ഷേ ഏതെല്ലാം മേഖലയിൽ അദ്ദേഹത്തിന് ഡിസ്ക്രിഷൻ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മെൻഷൻ ചെയ്യുന്നില്ല. പ്ലീസ് റിമെമ്പർ. The second statement says the President of India can of his or her own reserve a bill passed by a state legislature for his or her consideration without it being forwarded by the governor of the state concerned. See, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് സപ്പോസ് if a bill is passed by the state legislature and finally it reaches the office of the governor. ഗവർണർക്ക് 4 ഓൾട്ടർനേറ്റീവ്സ് ആണുള്ളത് അല്ലേ. സാധാരണഗതിയിൽ ഗവർണർക്ക് 4 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഇഫ് ഇറ്റ് ഇസ് നോട്ട് എ മണി ബിൽ, ഗവർണർ ഹാസ് ഗോട്ട് 4 ഓൾട്ടർനേറ്റീവ്സ്. നമ്പർ 1, ഗവർണർ മേ പ്രൊവൈഡ് അസെന്റ്. നമ്പർ 2, ഗവർണർ മേ withhold assent, return it back for the state legislature. The fourth one is reserve bill to the office of the President of India. So ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഇത് രാഷ്ട്രപതിക്ക് റിസർവ് ചെയ്യണം എന്ന തീരുമാനം വരാതെ രാഷ്ട്രപതിക്ക് സ്വന്തമായി ഇത് വലിച്ച് തന്റെ ഓഫീസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ദാറ്റ് ഇസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻ ഫാക്ട്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 ഇസ് റോങ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 തെറ്റാണ്, 1 മാത്രമാണ് ശരി. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ദ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഫൈൻ. ആൻഡ് എന്തുകൊണ്ട് ഗവർണർ ചോദിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. The governor was the protagonist in the last 1 year newspaper in predominantly 99% of the days. Again, വളരെ സ്ട്രെയിറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിക്കുന്ന വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് ഇൻ ദ പബ്ലിക് സർവീസസ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. ദാറ്റ് ഇസ് പാർട്ട് ഓഫ് ആർട്ടിക്കിൾ നമ്പർ 50 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർട്ടിക്കിൾ നമ്പർ 51A കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യമാണ്. ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ആർട്ടിക്കിൾ നമ്പർ 24 ഡീൽസ് വിത്ത് ദി അബോളിഷൻ ഓഫ് ദ ചൈൽഡ് ലേബർ. സോ ഓൾ 3 is correct in relation to the question number 35. Option C is what is the correct answer. Now, അടുത്ത ചോദ്യം നോക്കുക. കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റെഫറൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇഫ് an area in a state is declared as scheduled area under the 5th schedule, so we are speaking about the 5th schedule areas. 5th schedule areas. So those are the areas which are spread over 10 states അല്ലെ. 10ഓളം സംസ്ഥാനങ്ങളിലാണ് ഈ ഷെഡ്യൂൾഡ് ഏരിയാസ് ഉള്ളത് എന്നാണ് എൻ്റെ ഒരു മെമ്മറി പറയുന്നത്. ബിക്കോസ് there is another
categorization, that is schedule number 6. ഈ schedule number 6-ൽ you have 4 states and those are Mizoram, Meghalaya, Tripura and Assam. ഈ മേഖലകളിൽ എക്സ്ട്രീംലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഏരിയാസിനെ ഇൻഫാക്റ്റ് അതും ഈ പറയുന്ന ഷെഡ്യൂൾഡ് ഏരിയാസ് അല്ലെങ്കിൽ ട്രൈബൽ ഏരിയാസ് എന്ന് പറയപ്പെടാവുന്നതാണ്. ആൻഡ് 5th ഷെഡ്യൂൾഡ് ഏരിയാസിൽ അല്ലെങ്കിൽ 5th ഷെഡ്യൂൾ ഏരിയാസിൽ മറ്റ് 10 സംസ്ഥാനങ്ങളാണുള്ളത്. ഈ 5th ഷെഡ്യൂൾഡ് ഏരിയാസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ക്വസ്റ്റ്യൻ. എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കാം. The state government loses its executive power in such areas and a local body assumes total administration. My goodness, this is impossible, impractical. തദ്ദേശ ഭരണ സംവിധാനങ്ങൾക്ക് മുഴുവൻ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും കൊടുക്കുക എന്ന് പറഞ്ഞാൽ is it practically possible? നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും പ്രാദേശിക ഭരണ സംവിധാനം അത്രയും ശാക്തീകരിക്കപ്പെട്ടിട്ടുള്ള ഭരണ സംവിധാനമാണോ? In fact not. The union government can take over the total administration of such areas under certain circumstances on the recommendations of the governor. ഗവർണറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ the union government can take over the total administration of such areas. കേന്ദ്ര ഗവൺമെന്റിന് ഇത്തരം ഷെഡ്യൂൾഡ് ഏരിയാസിന്റെ ടോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ഏറ്റെടുക്കാം on the recommendation of the governor എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. So this statement should be correct എന്ന് തോന്നാം. But please remember what is the question? With reference to the Constitution of India. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. So this particular statement would become wrong. It is not mentioned in the Constitution. So what is the answer for question number 36 is option D, neither 1 nor 2. Clear? So that is something which you will have to keep in mind. Question number 38 നോക്കുക. Question number 38 again simple ആണ് എന്ന് തോന്നാം, പക്ഷേ തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. It is in relation to article number 368. Article number 368 ബന്ധപ്പെട്ടിട്ടാണ് question. Consider the following subjects under the Constitution of India. List 1, Union list in the 7th schedule, extent of the executive power of a state, conditions of the governor's office. For a constitutional amendment with respect to which of the above, ratification by the legislatures of not less than 1/2 of the states is required before presenting the bill to the President of India for assent. Article number 368 പ്രകാരം രണ്ട് രീതിയിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാം അല്ലേ. One is just with a special majority and the second one is with special majority plus ratification of at least half of the state legislative assemblies in India. അപ്പോൾ ഈ രീതിയിൽ ഭേദഗതി ചെയ്യാൻ സാധിക്കുന്ന പ്രൊവിഷൻസ് എന്തെല്ലാമാണ്? ദ ഫെഡറൽ പ്രൊവിഷൻസ് അല്ലേ. ഫെഡറൽ പ്രൊവിഷൻസ് ഇത്രയും വളരെ ബുദ്ധിമുട്ടി മാത്രമേ ഭേദഗതി ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ അങ്ങനെ ഭേദഗതി ചെയ്യാൻ സാധിക്കുന്ന പ്രൊവിഷൻസ് ഏതെല്ലാമാണിതിൽ? റിഗാർഡിംഗ് ദ സെപ്പറേഷൻ ഓഫ് പവർ, വിച്ച് മീൻസ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഒരു സബ്ജക്റ്റ് യൂണിയൻ ലിസ്റ്റിൽ നിന്ന് മറ്റൊരു സബ്ജക്റ്റിലേക്ക് മാറ്റണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ദ മാറ്റർ ഇസ് വെരി ഡിഫിക്കൽട്ട്, വിച്ച് മീൻസ് വി വിൽ ഹാവ് ടു ഫോളോ ദിസ് പ്രൊസീജിയർ. Executive power of a state, that will also affect the federal provisions of the Indian Constitution, പക്ഷേ conditions of the governor's office will not affect that, which means ഈ രണ്ട് പ്രൊവിഷൻസും ആദ്യത്തെ രണ്ട് പ്രൊവിഷൻസും ഭേദഗതി ചെയ്യണമെന്നുണ്ടെങ്കിൽ you will have to go for a special procedure. And what is the answer for this particular question? Answer for 38 is 1 and 2 only. Fine, 1 and 2 only. And that is what is mentioned here. Article number 368 ന്റെ സ്ക്രിപ്റ്റ് ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. You may just go through these provisions so that you would get more insight regarding the matters that may be amended through a special procedure, which means the special majority as per article number 368 plus the ratification of at least half of the state legislative assembly.
The next question again is in relation to governor, the importance of the office of governor. Please understand, with reference to Indian polity, consider the following statements. And please understand that it is in relation to the Bear Act. Article number 361. ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റും you would get from article number 361. The governor of a state is not answerable to any court for the exercise and performance of the powers and duties of his or her office. ലേറ്റസ്റ്റ് ആയി വന്നിട്ടുള്ള സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല. ആർട്ടിക്കിൾ നമ്പർ 361 നോക്കുക. ദാറ്റ് ഇസ് ടോട്ടലി വിത്ത് റെസ്പെക്ട് ടു ദ സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു ആൻഡ് ദ ഗവർണർ ഓഫ് തമിഴ്നാടു. സോ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ നമ്പർ 361 കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുകയാണ്, ഗവർണർ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്നതിന് ഒരു കാരണവശാലും ദാറ്റ് മേ നോട്ട് ബി ക്വസ്റ്റ്യൻഡ് ബൈ ദ കോർട്ട്, which means this particular statement is correct. No criminal proceedings shall be instituted or continued against the governor during his or her term of office. Again, that is part of article number 361. No criminal proceedings whatsoever shall be instituted or continued against the president or the governor of a state in any court during his term of office. And there is third statement which is in relation to article number 105. It says that members of a state legislature are not liable to any proceedings in any court in respect to anything said within the house. Legislative assembly, legislative council, parliament members, in fact you may say that they have almost absolute freedom of speech and expression inside the house. And മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. The answer for this question is option D. I think 39 would be having option D. Fine? Yes. So we are moving to the last couple of questions. Question number 41 in version D. Consider the following statements. Panchayats at the intermediate level exist in all states. Intermediate level പഞ്ചായത്ത്, അതായത് സാധാരണഗതിയിൽ നമ്മൾ വില്ലേജ് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ദെൻ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് എന്നൊക്കെ പറയാറുണ്ടല്ലേ. അപ്പോൾ ഈ ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറി ലെവലിലുള്ള പഞ്ചായത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, വിച്ച് ഇസ് റോങ്. 20 ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള പഞ്ചായത്തുകളിൽ അങ്ങനെ ഒരു സംവിധാനം വേണമെന്ന് നിർബന്ധം ഇല്ല. ദി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് റോങ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ് എന്നുണ്ടെങ്കിൽ will you get into the answer? The first statement is wrong? No, you won't, because which of the statements given above are not correct എന്നാണ് ചോദ്യം അല്ലേ. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതെല്ലാമാണ് എന്നാണ് ചോദ്യം. To be eligible to be a member of a panchayat at the intermediate level, a person should attain age of 30 years. No, it is 21 years അല്ലേ. So regarding the qualifications of the members of the local self bodies, state legislature എന്തെല്ലാമാണോ ക്വാളിഫിക്കേഷൻസ് അത് ആപ്ലിക്കബിൾ ആണ്. അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ മെമ്പർ ആകണം അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിൽ മെമ്പർ ആകണമെന്നുണ്ടെങ്കിൽ 25 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പക്ഷേ ഇവിടെ ഇറ്റ് ഇസ് ജസ്റ്റ് 21 ഇയേഴ്സ്. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഓൾസോ റോങ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയണം അല്ലേ. The chief minister is going to appoint a commission എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Chief minister of a state constitutes a commission to review the financial position. It may be the state finance commission അല്ലേ. State finance commission is constituted every 5 years by the governor and it is not the chief minister, which means statement number 3 is also wrong. So the answer for this particular question is option D. Fine. And പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടും I hope you would have in fact came into the news in relation to the local self bodies in Maharashtra, the judgment of the judiciary that please concentrate on the local body polls എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിധികളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. I am not going that deep in perspective. Please understand the last question from Indian polity part. Consider the following statements about Lokpal. എന്താണ് ലോക്പാൽ ചോദിക്കാൻ കാരണം? പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹൈക്കോടതി ജഡ്ജിമാരെ തങ്ങളുടെ പരിധിയിലേക്ക് ലോക്പാൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും സുപ്രീം കോടതി ദാറ്റ്
the Supreme Court has stayed that particular movement, and that was discussed on a wider platform, in fact. So that is the reason why this particular question would have got framed by the UPSC. And 48th question, consider the following statements about Lokpal. The power of Lokpal applies to public servants of India, but not to the Indian public servants posted outside India. See the jurisdiction. Lokpalinte അധികാര പരിധി എന്ന് പറയുന്നത് എന്താണ്? It includes the Prime Minister, the Union Council of Ministers, the ministers, then it includes the members of the parliament, group A, B, C, D, officers, then you have the officials of the central government. So, ningal kendra government inde or official ആയി മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് serve ചെയ്യുമ്പോൾ പോലും you would definitely come under the purview of Lokpal, which means the power of Lokpal applies to public servants of India but not to, which means it is wrong. Statement number 2 is wrong. Correct statement ആണ് ചോദ്യം അല്ലേ? Correct statement choose ചെയ്യുക എന്നുള്ളതാണ്. Statement number 2 is wrong. The next statement says the chairperson or a member shall not be a member of the parliament or a member of the legislature of any state or union territory and only the Chief Justice of India. No. The Chief Justice or the senior judge of the Supreme Court, even an eminent jurist, would be able to be in the position of the chairperson of Lokpal. Okay, so please understand, chairperson or a member, which means that particular statement will also become wrong. The chairperson or a member shall not be a person of less than 45 years of age on the date of assuming office as the chairperson or member, as the case may be, and this is a right statement. Exactly നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് 45 വയസ്സ് പൂർത്തീകരിച്ചിരിക്കുക എന്നുള്ളത്. Lokpal cannot inquire into the allegations of corruption against a sitting Prime Minister of India. The jurisdiction includes the Prime Minister. പക്ഷേ നാഷണൽ ഇൻട്രസ്റ്റ് പോലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ് എന്നുണ്ടെങ്കിൽ ഇൻഫാക്റ്റ് ലോക്പാലിന് പ്രധാനമന്ത്രിയിലേക്ക് കടന്നു കയറാൻ സാധിക്കില്ല. Otherwise, Lokpal has the Prime Minister within its jurisdiction, which means what is the right answer? I think only one statement is correct. Which one is correct? Option A. That is 3 only. Fine. So that is what you need to understand regarding the Indian polity part. 14-15 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. So I think we have covered almost all the perspective of the questions from the Indian polity, and now it's time for you to take the decision for your mains preparation. You are wise. I am sure that you would come up with the right choice. And regarding the cutoff, please understand that concerned ആയിട്ടുള്ള ഫാക്കൽറ്റീസ് അവരുടെ സബ്ജക്റ്റ് ഡൊമൈൻ എക്സ്പെർട്ടൈസിൻ്റെ ഭാഗമായി എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബട്ട് ഐ ബിലീവ് ദാറ്റ് ദ കട്ട് ഓഫ് വുഡ് റേഞ്ച് in between 90 to 95. That is what my expectation and my conviction is, and UPSC is regarded as unpredicted or unpredictable public service commission. അപ്പോൾ സ്വാഭാവികമായിട്ടും 90-95 ഇടയിൽ തന്നെ എപ്പോഴും ആയിക്കൊള്ളണം എന്ന നിബന്ധനയല്ല ഞാൻ മെൻഷൻ ചെയ്യുന്നത്. ബട്ട് there is a chance, there is a wider chance which I see in prospect. Okay. So please stay tuned for further updates. Till then, goodbye, take care.